പുതിയ ടി.വി.കെ സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ജലനിരപ്പ് ഉയർത്തുമെന്ന പ്രഖ്യാപനം പുറത്തുവന്നു. ധനമന്ത്രി എൻ മേരി വിൽസൺ നിയമസഭയിൽ അവതരിപ്പിച്ച 2026-27 വർഷത്തെ ബജറ്റിലാണ് കേരളത്തെ ആശങ്കപ്പെടുത്തുന്ന ഈ നിർണായക പ്രഖ്യാപനമുള്ളത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 142 അടിയിലേക്ക് ഉയർത്തുമെന്നാണ് ബജറ്റ് പ്രഖ്യാപനത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. കൃഷിക്കും കുടിവെള്ള ആവശ്യങ്ങൾക്കും ജലനിരപ്പ് ഉയർത്തേണ്ടത് അത്യന്താപേക്ഷിതമാണെന്നാണ് തമിഴ്നാടിന്റെ വാദം. മുൻപ് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിലും പുതിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള കേരളത്തിന്റെ നീക്കത്തെ എതിർക്കുമെന്ന് ടി.വി.കെ സർക്കാർ വ്യക്തമാക്കിയിരുന്നു. 130 വർഷത്തിലധികം പഴക്കമുള്ള ഡാമിന്റെ സുരക്ഷ മുൻനിർത്തി ജലനിരപ്പ് ഉയർത്തുന്നതിനോട് കേരളത്തിന് കടുത്ത വിയോജിപ്പുണ്ട്. പുതിയ ഡാം വേണമെന്ന ആവശ്യത്തിൽ കേരളം ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. ന്യൂസ് ഡെസ്ക് 99 ന്യൂസ് തമിഴ്നാട്. നമസ്കാരം. 2026 പകുതിയില് ജെനസിസ് ഏജ് കെയർ എത്തി നിൽക്കുമ്പോൾ ഇതിന്റെ ഒന്നാം ഘട്ടം വളരെ സക്സസ്ഫുൾ ആയി കംപ്ലീറ്റ് ചെയ്യുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിച്ചു. ചില മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ജെനസിസ് ഗാർഡന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട്. എങ്കിലും പലയിടങ്ങളിൽ നിന്നും സ്നേഹസമ്പന്നരായ പല മാതാപിതാക്കന്മാരും അവരുടെ റിട്ടയർമെന്റ് ജീവിതം ചെലവഴിക്കുവാൻ ജെനസിസ് തിരഞ്ഞെടുത്തപ്പോൾ ഞങ്ങൾ ഒന്നാം ഘട്ടത്തിൽ നിർമ്മിച്ച എല്ലാ റൂമുകളിലും ഏകദേശം റെസിഡൻസ് നിറഞ്ഞതിനാൽ ജെനസിസ് ഗാർഡൻ ഏജ് കെയറിന്റെ സെക്കൻഡ് പാർട്ട് ബിൽഡിംഗ് പണികൾ ഉടൻ ആരംഭിക്കുന്നു. നിങ്ങളുടെ റിട്ടയർമെന്റ് ജീവിതം നിങ്ങൾ തനിച്ചാണോ? നിങ്ങൾ വിഷമിക്കേണ്ട, ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട്. ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക.